ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് പഴംപൊരിയും പോത്തിറച്ചിയാണ്. അതിനാവശ്യമായി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ പോത്തിറച്ചിയും 2 സവാള അരിഞ്ഞത്, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്. അപ്പം നമുക്ക് പാത്രം അടുപ്പിൽ വെച്ച് റെഡിയാക്കിയാലോ. ആദ്യം എണ്ണ ചൂടാകുമ്പോൾ സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്ത് 3 പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുത്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ടൊമാറ്റോയും കൂടെ ആഡ് ചെയ്ത് നല്ലതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും ചേർത്ത് വഴറ്റിയെടുക്കാം. ഇതിവിടെ വഴണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മസാല തയ്യാർ ചെയ്യാം. അതിനെ പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് 3 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് കളർ മാറും വരെ ഒന്ന് ഇളക്കിയെടുക്കാം. അതൊന്ന് കളർ മാറി വരുമ്പോൾ നമുക്ക് അതിലേക്ക് 3 സ്പൂൺ മീറ്റ് മസാല ആഡ് ചെയ്യാം. ഇതൊക്കെ ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നേരത്തെ വഴണ്ടിക്കൊണ്ടിരുന്ന ഉള്ളിയിലേക്ക് നമുക്കിത് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പോത്തിറച്ചി ആഡ് ചെയ്ത് നമുക്ക് സ്വല്പം വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാം. നമ്മുടെ പോത്തിറച്ചി റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്ക് പഴംപൊരി റെഡി ചെയ്യാം. അതിനായി ഞാനിവിടെ നല്ല പഴുത്ത ഏത്തക്കയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 2ആയിട്ട് കട്ട് ചെയ്ത് അതിനായി പഴംപൊരി ഉണ്ടാക്കുന്ന മിക്സിനായി ഞാനിവിടെ 1/4 കിലോ മൈദാപ്പൊടിയും 1 നുള്ള് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളം ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ മിക്സ് ഒന്നും ഇതാവാത്തതുകൊണ്ട് ഞാൻ പിന്നെ ബീറ്റർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാൻ എടുത്ത് അടുപ്പ് വെച്ച് പഴംപൊരി റെഡി ചെയ്യാം. നമ്മുടെ പോത്തിറച്ചി റെഡി ആയിട്ടുണ്ട്. അതൊരു പാനിലോട്ടാക്കി അത് നല്ലതായിട്ടൊന്ന് തിളച്ച് ആ സമയം കൊണ്ട് നമ്മുടെ പഴംപൊരി റെഡി ആയിട്ടുണ്ട്. ഇത് ഞാൻ സെർവ് ചെയ്യുന്നു. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഈ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നെക്സ്റ്റ് വീക്ക് നമുക്ക് കാണാം. ബൈ.